നേപ്പാളിൽ ആളിക്കത്തി യുവജന പ്രക്ഷോഭം. KP ശർമ്മ ഒലി പ്രധാനമന്ത്രി പദം രാജിവെച്ചു. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലും രാജിവെച്ചതായി റിപ്പോർട്ട്. ജെൻസിയുടെ പ്രതിഷേധം സോഷ്യൽ മീഡിയ വിലക്കിനെ തുടർന്ന് നേപ്പാൾ പാർലമെന്റ് മന്ദിരത്തിനും സുപ്രീം കോടതി സമുച്ചയത്തിനും തീയിട്ടു. ഇന്ത്യൻ പൗരന്മാർ ജാഗ്രത പാലിക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. NDAയുടെ CP രാധാകൃഷ്ണൻ ഇന്ത്യയുടെ 15ാമത് ഉപരാഷ്ട്രപതി. 767-ൽ 452 വോട്ട് നേടി വിജയം. ഇന്ത്യ സഖ്യത്തിന്റെ ജസ്റ്റിസ് സുദർശൻ റെഡ്ഡിക്ക് നേടാനായത് 300 വോട്ടുകൾ മാത്രം. ഇന്ത്യ സഖ്യത്തിൽ വോട്ട് ചോർച്ചയുണ്ടായെന്ന ആക്ഷേപം. ബില്ലുകളുടെ കാര്യത്തിൽ ഗവർണർ ശത്രുതാ മനോഭാവത്തോടെ പെരുമാറരുതെന്ന് കേരളം സുപ്രീം കോടതിയിൽ. നടപടി രാഷ്ട്രപതിയുടെ റഫറൻസിൽ നടന്ന വാദത്തിനിടെ ഗവർണർക്ക് പ്രത്യേക വിവേചനാധികാരമില്ലെന്ന് തെലങ്കാന സർക്കാർ. റഫറൻസിന്മേൽ നാളെയും വാദം തുടരും. കനത്ത പ്രളയത്തിൽ നാശനഷ്ടമുണ്ടായ പഞ്ചാബിനും ഹിമാചൽ പ്രദേശിനും ധനസഹായം പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി. പഞ്ചാബിന് 1600 കോടിയും ഹിമാചൽ പ്രദേശിന് 1500 കോടി രൂപയും അനുവദിച്ചു. സ്ഥിതിഗതികൾ നേരിട്ട് വിലയിരുത്തി നരേന്ദ്രമോദി. ലഡാക്കിലെ സിയാച്ചിൻ ഗ്ലേസിയറിലെ സൈനിക ക്യാമ്പിൽ ഹിമപാതം. 3 സൈനികർക്ക് വീരമൃത്യു. 1 സൈനികനെ രക്ഷപ്പെടുത്തി.